ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് പൊറോട്ടയുടെ, ചപ്പാത്തിയുടെ, അതുപോലെ നെയ്ച്ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാന് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ നിന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, കരിഞ്ഞു പോവരുത്. ഇനി ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു മസാലപ്പൊടികൾ മാത്രമാണ് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു മസാല ഈ ചിക്കനിൽ കോട്ടാവുന്നത് വരെ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ഈ റെസിപ്പി നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് സമയം ഇത് ലോ ഫ്ലെയിമിൽ കുക്കാകുമ്പോൾ തന്നെ ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. അങ്ങനെതാ ഇത് ഇവിടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഒരു രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കാവുന്നത് വരെ നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം അതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ വെള്ളം ഇറങ്ങി വരും ചിക്കനിൽ നിന്നും. അങ്ങനെ ഇതാ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രൂപത്തിൽ കുക്ക് ആവുന്നത് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതിയാവും. എന്നിട്ട് അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇതാ ഇത് എണ്ണയിലൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 സവാളയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ 1.5 സവാള എടുത്താൽ മതി. അതുപോലെ ഒന്ന് കനം കുറച്ച് സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാള വഴറ്റി വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സവാളയും ചിക്കനൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കാം. അങ്ങനെ ഇത് അവിടെ നല്ല പോലെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. സവാളയൊക്കെ ഒരു ചിക്കനിൽ നല്ല പോലെ തന്നെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തക്കാളിയാണ് വേണ്ടത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല പോലെ കുക്കായി കിട്ടും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു കുരുമുളക് പൊടിയും ഈ ഒരു ഗരം മസാലയൊക്കെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ചിക്കൻ റോസ്റ്റിന്. അങ്ങനെ ഇതാ ഇതിവിടെ നല്ല പോലെ തന്നെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ഇതൊന്ന് കുക്കായി കിട്ടേണ്ടത്. ഇനി നമുക്കതിലേക്ക് അല്പം മല്ലിയിലയും അതുപോലെ ഒരു പച്ചമുളക് ഒന്ന് സ്ലൈസ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അങ്ങനെ ഇതാ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. അതുപോലെ നെയ്ച്ചോറിൻ്റെ, അതുപോലെ പൊറാട്ട, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്.
ഞാനിന്നിതിവിടെ പൊറാട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. പൊറാട്ടയുടെ കൂടെ എന്തിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അതുപോലെ വളരെ പെട്ടെന്ന് കുറഞ്ഞ ചേരുവയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്